ഉന്നം തെറ്റിയതല്ല. കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും വേണ്ടിയല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അവന് നീ എല്ലാരും കൊണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്ക. അത് നിനക്കാണോ ഭ്രാന്ത്? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ നീ എന്തിനാ എന്നെ ഭയക്കുന്നത്? അവൻ എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നീ എന്തോ അതിഭയങ്കരമായ തെറ്റ് ചെയ്തിട്ടുണ്ട്. പറ, എനിക്കത് അറിയണം. പറയടി, അവന് നീ എന്നിൽ നിന്ന് എന്താ ഒളിച്ചു വെക്കുന്നത്? പറ, എനിക്കത് അറിയണം. എന്ത് കുറ്റാ നീ ചെയ്തത്? പറയാൻ. എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ ചെയ്ത കുറ്റം. എനിക്കറിയാം. വേണുവിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്യാമിനെ കരുവാക്കായിരുന്നില്ലേ? അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഓടി വന്നവനല്ലേ ശ്യാം? നിന്റെ കരിയറിന് വേണ്ടി വേണുവുമായി ഏറ്റുമുട്ടിയവനല്ലേ ശ്യാം? ഇനി കളിക്കളത്തിലേക്കില്ലെന്ന മട്ടിൽ നീ വലിയ ത്യാഗം കാണിച്ചപ്പോ നിന്നെ പിന്തിരിപ്പിച്ചത് ആരാ? ശ്യാമല്ലേ? ഒരു കത്തിമുനയിൽ നിന്ന് അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ? നിന്റെ അങ്കിൾ അവനെ നിന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ട് അവൻ പിന്മാറിയോ? കൂടിറങ്ങി ചെല്ലുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ച നീ ഒടുവിൽ എന്താ ചെയ്തത്? അവനെ ചതിച്ചു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം നേരാ. എല്ലാം എന്റെ അനുഭവം തന്നെയാ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ശ്യാമിനെ എനിക്കറിയില്ല. എന്നെ സ്നേഹിച്ചത് ശ്യാമല്ല, സണ്ണിയ. സണ്ണിയുടെ നേർക്ക ഞാൻ ജനലടച്ചത്. സണ്ണിയോ? ഏത് സണ്ണി? ടെന്നീസ് കോർട്ടിന്റെ പരിസരത്ത് വെച്ചാണ് ഞാനും സണ്ണിയും പരിചയപ്പെടുന്നത്. പല കാര്യങ്ങളിലും ഞാനും സണ്ണിയും ഒരുപോലെയായിരുന്നു. രണ്ടുപേരും അനാഥർ. സണ്ണി ജന്മം കൊണ്ടും ഞാൻ വിധി കൊണ്ടും. ഞാനും സണ്ണിയും പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മാവനും അമ്മായിയും വേണു എന്നെ മനസ്സിലാക്കിയില്ല. എന്നെ ചൊല്ലി വേണുവും സണ്ണിയുമായുള്ള വഴക്കുകൾ നിത്യസംഭവങ്ങളായി മാറി. ഇതിനിടെ അമ്മാവൻ സണ്ണിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിനക്ക് കേറി കിടക്കാൻ ഒരു വീടുണ്ടോ? സണ്ണി എന്നൊരു പേരുണ്ടെന്നല്ലാതെ നീ ഏത് കാസ്റ്റിൽപ്പെട്ടവനാണെന്ന് നിനക്കറിയോ? ആരാ നിന്റെ അച്ഛൻ? അമ്മ ആരാ? ചൂണ്ടിക്കാണിക്കാൻ ആരാ ഉള്ളത്? കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ തറവാട്ടി പറഞ്ഞവരാരും പെണ്ണിനെ പറഞ്ഞു വിടില്ല. ചങ്കൂറ്റത്തോടെ നിന്നെ കൊണ്ടുവരാനാ വന്നത്. സണ്ണിയെ ഞാൻ വെറുത്തിട്ടില്ല. പക്ഷേ സ്നേഹിച്ചിരുന്നോ? എനിക്കറിയില്ല. സണ്ണി എനിക്ക് വേണുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരുന്നു. ആ വഴിയിലൂടെ കുറെ ദൂരം പോയപ്പോ സണ്ണി എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എന്ന് തോന്നിയപ്പോ സണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ തിരിച്ചു നടന്നത്, വാതിലടച്ചത്. ഈ സത്യമെല്ലാം സണ്ണിയോട് പറയാൻ, സണ്ണിയെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഹലോ, ഞങ്ങൾ സണ്ണിയുടെ ഫ്രണ്ട്സ് ആണ്. ഓ, സണ്ണി എവിടെയുണ്ട്? എനിക്കൊന്ന് കാണണം, കണ്ടേ പറ്റൂ. മായയെ വിളിച്ചോണ്ട് വരാൻ അവനെ ഞങ്ങളെ വിട്ടത്. മായയെ കാണാത്തതുകൊണ്ട് അവനാകെ വട്ടളയിരിക്കുക. ഓക്കെ, കം. എന്താ ഇവിടെ? സണ്ണി, സണ്ണി മുകളിലുണ്ട്. ഗോ. സണ്ണി, സണ്ണി മുകളിലുണ്ട്. ഗോ. സണ്ണി, സണ്ണി, ഏയ്,
അവളെ വിട്ടേര്. ഇന്ന് മാത്രം നിനക്ക് എന്താടാ? അവൾ സണ്ണിയുടെയാ. No! മായ! Please listen to me. പ്രസാദ്, ഞാൻ പറയുന്നത് കേൾക്ക്. പ്രസാദ്, no! മായ! എടാ! പ്രസാദ്, പ്രസാദ്, ഞാൻ മായ വിടാനാ പറഞ്ഞത്. പ്രസാദ്, no! ഞാൻ പറയുന്നത് കേൾക്ക്. Listen to me. Sunny, ഞാൻ പറയുന്നത് കേൾക്ക്. Sunny, Sunny, no! Sunny, Sunny, please. Stop it. പ്രസാദ്, മായാണ് പറഞ്ഞത്. Go! Sunny. Sunny, Sunny, please, ഞാൻ പറയുന്നത് കേൾക്ക്. Sunny, please. Sunny, no. Stop this. Sunny, Sunny, ഞാൻ പറയുന്നത് കേൾക്ക്. Sunny. Sunny! സ്റ്റോപ്പ് ഇറ്റ്. കള്ളം, കള്ളക്കഥയാ നീ പറയുന്നത്. എന്റെ സിമ്പതി കിട്ടാൻ ശ്യാമിനെ പോലെ തന്നെ നീയും ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. നോ, എന്തിനോ? അപ്പോൾ സണ്ണിയെ കൊന്നത് ശ്യാമാണെന്ന് ഞാൻ വിശ്വസിക്കണം? നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ ശ്യാമും ഫ്രണ്ട്സും അങ്ങനെ വിശ്വസിച്ചിരിക്കുക. My God. സണ്ണിയെ കൊന്നത് അവരല്ല, വേറെ ആരുമാണ്. ഐം ഷുവർ. പക്ഷെ സാക്ഷിയായി പോയതുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്യാമു ഫ്രണ്ട്സ് എന്റെ പിന്നിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെ കൊല്ലും. ഒരിക്കലും അത് നടക്കരുത്. എന്റെ ശ്യാം അത് ചെയ്യരുത്. അവനൊരു കൊലപാതകം. എന്റെ കളരിത്തറയിൽ വളർന്നവനാണ് അവൻ. അവനെ എനിക്ക് രക്ഷിക്കണം. വഴിതെറ്റിപ്പോകുന്നൊരു കുഞ്ഞാടാണ് അവൻ. അവനെ തേടിപ്പിടിച്ച് തോളിലേറ്റിക്കൊണ്ടുവരേണ്ട ഇടയനാണ് ഞാൻ. അവനെ തിരിച്ചു കിട്ടുന്നത് വരെ എന്റെ മനസ്സ് എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് മുൻപ് എന്നോടൊന്ന് ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ അവളെ തടഞ്ഞു നിർത്തി നേരത്തെ ഇവൻ അവളെ കുത്തിമലത്തിച്ച് വലിയാമായിരുന്നു. സർവ്വ പ്ലാനും നശിപ്പിച്ച് നാണമല്ലടാ നിനക്കൊക്കെ ന്യായം പറയാൻ. മുറിക്കുള്ളിട്ട് അവളെ തട്ടിക്കൊള്ളുന്ന വീമ്പിളക്കി വെച്ച് നിങ്ങളൊക്കെ എന്ത് തെമ്മാടത്തരാ കാണിച്ചത്? നീ നിന്ന് മൂപ്പിക്കാതെ. അവള് നിന്റെ കയ്യിൽ കിട്ടിയിട്ട് നീ എന്നെ കോപ്പാറാ ചെയ്തത്. വർഗീസിനെ ഇതിൽ കൂട്ടിത്തൊടിക്കാൻ തോന്നിയത് നിന്റെയൊക്കെ കഷ്ടകാലം കൊണ്ടാ. അതൊരിക്കലും സംഭവിക്കരുതായിരുന്നു. ആശാൻ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഈ ആശാന്റെ അടുത്ത് ഞങ്ങൾ ചെന്നതാ. അപ്പൊ പുല്ല് പോലെ ഞങ്ങളെ കൈയൊഴിഞ്ഞത്. അതിന് കാര്യമുണ്ട്. നിങ്ങളോട് കൊല്ലാൻ ആര് പറഞ്ഞു? പിന്നെ ഞാൻ തീരെ സഹായിച്ചില്ലെന്ന് പറഞ്ഞാ അത് തന്തയില്ലഴിയ. ഒരു കൊലപാതകം ഇരു ചെവി അറിയാതെ കാർ ആക്സിഡന്റ് ആക്കി മാറ്റിക്കൊടുത്തത് സഹായല്ലേ? അല്ലേ? പിന്നെ അതിന്റെ ദൃക്സാക്ഷിയെ കൊല്ലാനായിട്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിനെന്നെ കിട്ടുകയല്ലെന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങനെ കൈയൊഴിഞ്ഞത് സത്യം തന്നെ അല്ലേ? പിന്നെ ഈ ഘട്ടത്തിൽ ഞാൻ ഇടപെടാൻ തീരുമാനിച്ചത് വേറൊന്നും കൊണ്ടല്ല. വർഗീസിന്റെ കയ്യിൽ നിങ്ങൾ സംഗതി കൊണ്ട് എത്തിച്ചത് കൊണ്ടാ.
ഇനി തിരിഞ്ഞും മറിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവളെയും വർഗീസിന്റെ സ്ഥാനത്ത് ഞാനാണ് എന്നെ തട്ടിയത്. ബാക്കി കാര്യം ഈ ഡിക്രൂസ് നോക്കിക്കോളും അല്ലേ? പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു. ആത്മഹത്യയിൽ നിന്ന് മായയെ രക്ഷിച്ച പോലെ കൊലപാതകത്തിൽ നിന്ന് ശ്യാമിനെ എനിക്ക് രക്ഷിക്കണം. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ശ്യാമിനെ അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കൊല ചെയ്ത് കുറ്റവാളിയാകും. അത് സംഭവിക്കരുത്. സത്യം പറഞ്ഞാൽ മായയെ തിരിച്ചുകൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഐ എം ഹെൽപ്ലെസ്. ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. പക്ഷേ ഞാനിങ്ങനെ തിരിച്ചു പോവും. പോണം. ശ്യാമിനെയും ഫ്രണ്ട്സിനെയും മായ പേടിക്കണ്ട. അവരുടെ കാര്യം ഞാൻ നോക്കണം. എന്തായാലും മായയെ തൽക്കാലം എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. പക്ഷെ ഞാൻ നോ, ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. എല്ലാം തൻ്റെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. മിസ്റ്റർ വർഗീസ്, ദേ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേരെ. ജസ്റ്റ് എ ഫോർമാലിറ്റി. ഈ ലെറ്റർ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുത്താൽ മതി. ദേ വിൽ മാനേജ് എവറിത്തിങ്. ഓക്കെ? താങ്ക് യു. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഐ എം സോറി. പ്ലീസ്. ഇനി സൂയിസൈഡ് ചെയ്യാനോ മറ്റോ തോന്നിയാൽ നമ്മൾ വീണ്ടും കാണില്ലേ? കാണും. കാണാം. മാഡം പോവാം. ഓക്കെ, ബൈ. ബൈ. All the best. ഞാൻ ഇറങ്ങട്ടെ സാർ. വർഗീസേ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ? ചെറിയൊരു ഫോർമാലിറ്റിയും കൂടെ ഉണ്ട്. കയറി വാ. വാ. ഇപ്പൊ ഇവിടെ നിന്ന് പോയ ചരക്കിന് നീ എത്ര ദിവസം കൈ വെച്ച് അനുഭവിച്ചു? സാർ, എനിക്ക് വെറും ഒരു താങ്ക്സ് തന്നിട്ട് നീ എങ്ങോട്ടാണോ പോകാൻ പോണേ? സാർ, നിനക്ക് അങ്ങനൊന്നും പോകാൻ പറ്റില്ല. നീ ഇവിടെ കിടക്കണം. ഹെഡ് ക്വാർട്ടേഴ്സിന് റിലീസ് ചെയ്യാൻ പറയാതെ നിനക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായോ? നടന്നൊക്കെ സാറിനോട് പറഞ്ഞു. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഐ എം സോറി. സോറി. നിന്റെ കൊന്നുകളയും ഞാൻ, റാസ്കൽ. നിന്റെ അമ്മയുടെ ഒരു കളരി. ശ്യാമാണ് സാർ. എന്താ? നീയൊക്കെ സുഹൃതം ചെയ്തവന്മാരാ. തേടിയ വള്ളി കാലി ചിറ്റി എന്ന് പറഞ്ഞ പോലെ അവനും അവളും എന്റെ കസ്റ്റഡിയിൽ തന്നെ വന്ന് വീണു. അല്ലല്ല, ഇങ്ങോട്ട് വന്നു. അവളെ ഞാൻ പോലീസുകാരുടെ അകമ്പടിയോടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിരിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സിലേക്കോ? സാർ എന്ത് പണിയാ കാണിച്ചേ? എനിക്ക് എന്റെ തൊപ്പി തെറിക്കാതെ നിന്നല്ലേ കളിക്കാൻ പറ്റൂ. വകുപ്പനുസരിച്ച് എന്റെ വശം ക്ലീൻ ആണേ. ഇനിയുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോണം. സാർ ഒന്ന് തെളിച്ചു പറയൂ. ഹെഡ് ക്വാർട്ടേഴ്സിൽ അവൾ എത്താൻ പാടില്ല. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മിടുക്ക് കാണിക്കണം. ആര്? നമ്മുടെ കളരിക്കാരനോ? അവൻ ഇവിടെ നിന്ന് അനങ്ങത്തില്ല. അവളെ തട്ടിക്കളഞ്ഞ അതും കൂടി അവന്റെ പെടലേക്ക് വെക്കാം. ഓക്കെ, വി ആർ റെഡി. എടാ തച്ചോളി, സണ്ണിയെ കൊന്നതും ദൃക്സാക്ഷിയായ മായയെ കൊന്നതും ആരാന്ന് നിനക്കറിയാവോ? വേറെ ആരുമല്ല, അത് നീയാണെന്ന് ഞാൻ വരുത്തും.
ഏയ് സ്റ്റഡി. ഹലോ അശ്വനെ, ഇത് ഞാനാ. സംഗതിയാകെ പൊളിഞ്ഞു. അവൾ വീണ്ടും വർഗീസ് മാഷിന്റെ കയ്യിലായി. ഓക്കേ. അതും ഫെയിലർ ആയെങ്കിൽ ഇനി ഇടംബലം നോക്കരുത്. ഷൂട്ട് ബോത്ത് സൈഡ്. മാഷെന്നും മാങ്ങാത്തൊലിയെന്നും പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ നോക്കരുത്. കണ്ണ് കണ്ട അപ്പ തട്ടിയേക്കണം രണ്ടിനെയും. പിന്നെ നമ്മുടെ പെങ്കുച്ചിനെ കെട്ടിച്ചു വിടുന്നെങ്കിൽ വേഗം വിട്ടേക്കണം. എന്നാ പറ്റി? ആ രാജമണിക്ക് വന്നതിന് ശേഷം അവൾ അവന്റെ പുറകെ നടക്കുക. വല്ല ഒപ്പിച്ചാലോ? നീ പേടിക്കണ്ടേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ അബദ്ധമൊന്നും പറ്റിയല്ല. എന്നാലും ആ വർഗീസങ്ങാനും അറിഞ്ഞ അവനോട് പാമ്പറ. അല്ലേ? നിങ്ങൾക്ക് ഇതെന്നാ പറ്റി? എന്നാ പറ്റുന്നോ? അവനെ നമ്പാൻ പോയത് എനിക്ക് പറ്റിയ തെറ്റ്. എന്നേക്കാ ബുദ്ധി നമ്മുടെ മോക്കുണ്ട്. നമുക്ക് യോജിച്ചത് ഈ പണിക്കര് തന്നെ. ഞാനും കുറെ ദിവസമായിട്ട് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി നോക്കുമായിരുന്നു. ഇവനും തറവാട്ടുകാരൻ തന്നെയാ. മതിലൊരു കോശി പണിക്കരുടെ മോനല്ലയോ? നമ്മുടെ ആനയുടെ കരുത്ത് ഇവൻ മിന്നിട്ടിയ എന്നാ ഇപ്പൊ കുഴപ്പം? രാജൻ പണിക്കരും ആണായിട്ട് തന്നെ പറഞ്ഞവനാ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് ചേക്കേറുമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ അവരിവിടെ വന്നേക്കും. വരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കഷ്ടം, ആ കുട്ടികളെ ആരോ കരുക്കളാക്കി കളിക്കുകയാണ്. ഡെഫിനറ്റായിട്ടും ഇതിന്റെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ട്. എന്റെ ഉത്തരവാദിത്വം ഇപ്പൊ കൂടി വരികയാണ്. മായേശാവിനെ രക്ഷിച്ച മാത്രം പോരാ, നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന റാക്കറ്റ് എനിക്ക് പൊളിക്കണം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മായ തിരിച്ചു പോയേ പറ്റൂ. പ്ലീസ്. ഹലോ, മിസ്റ്റർ മാധവൻ തമ്പി, പ്ലീസ്.